സ്നേഹമുള്ളവരെ, പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. അപ്പോൾ പുതിയ വീഡിയോ നിങ്ങളുമായിട്ട് അവതരിപ്പിക്കുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ചിലപ്പോൾ നിങ്ങളൊക്കെ ചിന്തിക്കുന്ന ഈ അച്ഛൻ പതിവില്ലാതെ ഈ ദിവസങ്ങളിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറയുന്നത് എന്തായിരിക്കുന്നു? കാരണം ഈ യൂട്യൂബിൽ വീഡിയോസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരിലേക്ക് കൂടുതൽ റീച്ച് ചെയ്യാൻ സാധിക്കുക. കാരണം സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് നോട്ടിഫിക്കേഷൻ വരും. ആ സമയത്ത് ഇങ്ങനെ അച്ഛൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്, അത് നിങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാനൊക്കെ സാധിക്കുന്ന ഒരവസരമാണ്. അപ്പോൾ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മൾ പുതിയൊരു ടോപ്പിക്ക് ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങളും ബിഗ് ബോസ് കാണുന്ന ഒരു വ്യക്തിയാണോ? അതിനെക്കുറിച്ചൊരു കുറ്റം പറയാൻ വേണ്ടിയല്ല കേട്ടോ ഈ ഒരു വീഡിയോ. ആദ്യം തന്നെ അത് വളരെ ക്ലിയർ ആക്കിക്കൊള്ളട്ടെ. ഞാനിങ്ങനെ ഫേസ്ബുക്കിലൂടെ ഓരോന്നിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കണ്ട ഒരു കാര്യമാണ് ഈ അനീഷിൻ്റെ കുറിച്ചുള്ള, ബിഗ് ബോസിലുള്ള അനീഷിനെ കുറിച്ച്. അതിൽ എടുത്തു പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു കോമണർ വന്നിട്ട് ഇത്രയും ദിവസം നിന്നത് ബിഗ് ബോസിലെ ആദ്യത്തെ സംഭവമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ ഈ അനീഷ് ആരാണ് എന്ന് അറിയുവാൻ വേണ്ടി കൂടുതലായിട്ട് ഇങ്ങനെ വീഡിയോസുകൾ കാണാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നൊരു ചോദ്യം, ഈ അനീഷ് എന്ന് പറയുന്ന വ്യക്തി യഥാർത്ഥത്തിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. കാരണം ഒറ്റയ്ക്ക് ഒരു കോമണറായിട്ട് വന്ന് ഒറ്റയ്ക്ക് മറ്റുള്ളവരുമായിട്ട് പൊരുതി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ ഒരു പോരായ്മയായിട്ട് ചൂണ്ടിക്കാണിച്ചൊരു സംഭവം തന്നെ പല ആവർത്തി ഇങ്ങനെ പറയുന്നതായിട്ട് ഉണ്ട്. പക്ഷേ അത് വളരെ രസകരമായിട്ട് പിന്നീട് കോമഡികളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു എന്നൊക്കെ പറഞ്ഞ് പല കോമഡി സ്കിറ്റുകളിലേക്ക് ആ ഡയലോഗ് പോയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ റേഞ്ച് എന്ന് പറയുന്നത് വലിയൊരു റേഞ്ച് തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റേതായ ഒരു ഗ്രേഡ് ഉണ്ടാക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി. മാത്രമല്ല, ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലായിട്ട് ഒബ്സർവ് ചെയ്തപ്പോൾ കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സത്യസന്ധനായ ഒരു വ്യക്തിയാണ്. തൻ്റെ സത്യസന്ധത മറ്റുള്ളവരുടെ മുമ്പിൽ അടിയുറ വയ്ക്കാത്ത ഒരു വ്യക്തി. അതേപോലെ തന്നെ സൗഹൃദങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അധികം ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ പുതിയൊരു സൗഹൃദം ഉടലെടുത്തതായിട്ടും അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അവിടെയും ആവർത്തിച്ച് വ്യക്തമാക്കുന്ന കാര്യമുണ്ട്, തൻ്റെ ഈ സൗഹൃദത്തിൽ സത്യസന്ധതയുണ്ടായിരിക്കണം. എവിടെ വിശ്വാസം പോകുന്നോ ആ നിമിഷം നമ്മുടെ സൗഹൃദം അവസാനിക്കുമെന്ന് ഷാനവാസ് എന്ന ഒരു മത്സരാർത്ഥിയോട് അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. ആ വ്യക്തിയുമായിട്ടാണ് ഒരു കൂടുതൽ സൗഹൃദത്തിലേക്ക് അദ്ദേഹം വന്നിട്ടുള്ളത്. പക്ഷേ അതേ വ്യക്തിയുടെ മുഖത്ത് നോക്കി തന്നെ പറയുന്നൊരു കാര്യമാണ്, സത്യസന്ധത ഇല്ലാതായാൽ, വിശ്വാസം നഷ്ടമായാൽ ആ നിമിഷം നമ്മുടെ സൗഹൃദം ഇല്ലാതാവും. അതേസമയം നീ അത് പുലർത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മരണം വരെ ഈ സൗഹൃദം ഞാൻ നിലനിർത്തും എന്നും പറയുന്ന അനീഷിൻ്റെ ആ ഒരു വീഡിയോ ഞാൻ കാണാനിടയായി. അതേസമയം തന്നെ കണ്ട മറ്റൊരു വേദനാജനകമായ സംഭവം, ഈ വ്യക്തിയെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവർ പ്രവർത്തിക്കുന്നതാണ്. എല്ലാ കാര്യങ്ങളിലും ആവശ്യമില്ലാതെ കുറ്റപ്പെടുത്തുകയും അദ്ദേഹത്തെ ഇറിറ്റേറ്റ് ചെയ്യുകയും ചെയ്യുന്ന കണ്ടസ്റ്റൻറ്റ്. അതൊക്കെ കാണുമ്പോൾ ആ വ്യക്തി ക്ഷമയോടെ നിൽക്കുന്നു. ഒരിക്കൽ പോലും ഒരു ബാഡ് വേർഡ്സ് ഉപയോഗിക്കുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. ഇതൊക്കെ ആ വ്യക്തിയുടെ ഒരു തനതായ ശൈലിയാണ്. അത് നഷ്ടപ്പെടുത്തിയാൽ താൻ ഇല്ല എന്ന് അത് ആവർത്തിച്ച് പറയുന്നുണ്ട്. എൻ്റെ സ്വഭാവം ഇതാണ്, ഇത് നഷ്ടപ്പെടുത്തിയാൽ ഞാൻ പിന്നെ അനീഷല്ല, ഞാൻ മറ്റൊരു വ്യക്തിയായിട്ട് മാറുകയാണ്. ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിലൂടെ പറയുന്ന ഒരു കാര്യവും അത് തന്നെയാണ്, അവനവനായിട്ട് നിൽക്കുക, അല്ലേ? സ്വന്തം ജീവിതം എന്താണെന്ന് തുറന്നു കാണിക്കാനുള്ള ഒരു അവസരമാണ് ഈ ഒരു ഷോ നൽകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുക. പക്ഷേ ഇത് എത്രമാത്രം എങ്ങനെയാണ് ആൾക്കാരിലേക്ക് എത്തുന്നത് എന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ കണ്ട കുറച്ച് വീഡിയോസിൽ നിന്നും എനിക്ക് മനസ്സിലായ ഒരു കാര്യം, 100 ദിവസം അവനായിട്ട് നിൽക്കുക, എന്താണോ ഞാൻ അതായിട്ട് നിൽക്കുക. അതേസമയം ടാസ്കുകൾ ആ രീതിയിൽ കൈകാര്യം ചെയ്യുക, ബുദ്ധി ഉപയോഗിക്കുക, അതേസമയം തൻ്റെ വ്യക്തിത്വം നശിപ്പിക്കാതിരിക്കുക. ഇവിടെ അനീഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എനിക്കിഷ്ടപ്പെട്ട ഒരു മത്സരാർത്ഥിയായിട്ട് പിന്നീട് അദ്ദേഹം മാറി. അതുകൊണ്ടാട്ടോ ഞാൻ അനീഷിനെക്കുറിച്ച് കൂടുതലായിട്ട് എടുത്തു പറയുക. കാരണം ആ കൂട്ടത്തിൽ നിന്ന് എടുത്തു പറയാൻ പറ്റിയ ഒരു വ്യക്തി ഒരു പക്ഷേ അനീഷ് ആയിരിക്കണം. മറ്റുള്ളവരുടെ സ്വഭാവവും ഈ കുടില തന്ത്രങ്ങളൊക്കെ ഇടയ്ക്ക് ഓരോ വീഡിയോസായിട്ട് കാണാൻ സാധിക്കാറുണ്ട്. വളരെ ഭംഗിയായിട്ട് സംസാരിക്കുന്നു, പിന്നീട് അവിടെ പോയി അതേ വ്യക്തിക്കെതിരെ കുറ്റം പറയുന്നു, തമ്മിലടുപ്പിക്കാൻ നോക്കുന്നു. അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ അവർ നോക്കുന്നുണ്ട്. പക്ഷേ അതിലൊന്നും വീഴാതെ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് തോന്നിയതുകൊണ്ടാണ് ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ഒത്തിരിയേറെ സംഭവങ്ങൾ നടക്കാം. അവിടെയെല്ലാം നമ്മുടെ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുക, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ അനീഷ് എന്ന മത്സരാർത്ഥിയെ നിങ്ങളുടെ മുമ്പിലേക്ക് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിലൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിലും ഈ ബിഗ് ബോസ് നടക്കുന്ന പോലെ ഒത്തിരിയേറെ കാര്യങ്ങൾ വരാം. കൂട്ടമായിട്ട് നിങ്ങളെ ആക്രമിക്കാൻ വരാം. അവിടെ നിങ്ങളുടെ ഭാഗത്ത് സത്യം ഉണ്ടെങ്കിൽ ആ സത്യത്തിന് വേണ്ടി നിങ്ങൾ നിലകൊള്ളുക. ആർക്കും നിങ്ങളെ തോൽപ്പിക്കാൻ സാധിക്കില്ല. നിങ്ങളുടെ വ്യക്തിത്വം നശിപ്പിക്കാതിരിക്കുക. കൂടെയുള്ള
എല്ലാവരും നുണ പറഞ്ഞോട്ടെ, നിങ്ങൾ സത്യത്തിന് വേണ്ടി നിലകൊള്ളുക. അതൊക്കെ കാത്തു സൂക്ഷിക്കേണ്ട ഗുണങ്ങളാണ്. ആ ഗുണങ്ങൾ കാത്തു സൂക്ഷിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ജനങ്ങൾ നെഞ്ചിലേറ്റും എന്നതിൻ്റെ തെളിവാണ് അനീഷ് എന്ന ആ ഒരു മത്സരാർത്ഥി. കാരണം അദ്ദേഹത്തെ ജനങ്ങൾ നെഞ്ചിലേറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം അദ്ദേഹം പുലർത്തുന്ന സത്യസന്ധതയാണ്, അദ്ദേഹത്തിൻ്റെ ആ കമ്മിറ്റ്മെൻറ്റാണ്. ആരൊക്കെ എന്തൊക്കെയാണെങ്കിലും കൃത്യസമയത്ത് പോയി ഉറങ്ങുകയും കൃത്യസമയത്ത് ഉണർന്ന് ആ താൻ എന്തിനു വേണ്ടിയാണ് വന്നത് അതിന് 100% കൊടുക്കുക. ഇടയ്ക്ക് അദ്ദേഹം പറയുന്ന വീഡിയോസ് പുറത്തു വന്നിട്ടുണ്ട്, ഞാനിപ്പോൾ എൻ്റെ വീട്ടുകാരെ പോലും മറന്നുപോയിരിക്കും, കാരണം ഒരു ബിഗ് ബോസിൻ്റെ ആളായിട്ട് ഞാൻ മാറിയിരിക്കുന്നു, ബിഗ് ബോസിലുള്ള ആ ഒരു റൊട്ടീനാണ് ഞാനിപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നെല്ലാം അദ്ദേഹം പറയുന്ന വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ഈ ജീവിതത്തിൽ നിങ്ങൾ ആസ്വദിക്കുക, നിങ്ങൾ എന്തായിരിക്കുന്നു അതിൽ നിങ്ങൾ കൂടുതൽ സന്തോഷം കണ്ടെത്തുക, അതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോവുക. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ 100% വിശ്വസ്തയോടെ ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും ജനങ്ങൾ നിങ്ങളെ നെഞ്ചിലേറ്റും. നിങ്ങളുടെ പേര് നിങ്ങൾ മരിച്ചു കഴിഞ്ഞാലും ആളുകൾ ഉച്ചരിക്കും. കാരണം ജീവിച്ചിരുന്നപ്പോൾ നിങ്ങളൊരു മാതൃകയായിട്ട് മാറിയിട്ടുണ്ട്. ജീവിച്ചിരുന്നപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വം നശിപ്പിക്കാതെ അത് കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെയുള്ള ഒരു വ്യക്തിയായിട്ട് മാറുക. ഈ അനീഷിനെ കുറിച്ച് പലരും പറയുന്നുണ്ട്, മണ്ടൻ, മരമണ്ടൻ എന്നൊക്കെ വിളിക്കുമ്പോൾ ലാലേട്ടൻ വന്ന ഒരു ഷോയിൽ അദ്ദേഹം താൻ മണ്ടനല്ല എന്നൊരു തെളിയിക്കുന്നുണ്ട്. അതിനുശേഷവും ഈ നിങ്ങളെന്നെ മണ്ടൻ എന്ന് വിളിച്ചാലേ കണ്ടോ ഇന്ന് ലാലേട്ടൻ പോലും എന്നെ അഭിനന്ദിച്ചു എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്ത് നടക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ കാണുന്നില്ല. മറിച്ച് എളിമയോടുകൂടെ തന്നെ അപമാനിച്ചവരുടെ മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് നടക്കുന്ന ഒരു അനീഷിനെയാണ് കണ്ടത്. അപ്പോൾ അതൊക്കെ ഒരു കാണുമ്പോൾ എനിക്കും ആ വ്യക്തിയെ ഒത്തിരിയേറെ ഇഷ്ടം തോന്നി. നിങ്ങളുടെ ടേസ്റ്റ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ബിഗ് ബോസിന് വേണ്ടി വോട്ട് ചോദിക്കാൻ വേണ്ടി വന്ന ഒരു വ്യക്തിയല്ല കേട്ടോ. ആ വ്യക്തിയെ എടുത്തു കാണിച്ചുകൊണ്ട് നമ്മളും അതുപോലെയുള്ള കുറച്ച് മൂല്യങ്ങൾ വളർത്തിയെടുക്കണമെന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുക. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശശുദ്ധി മറ്റൊന്നുമല്ല, അത് മനസ്സിലാക്കി നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ട സന്ദേശം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ പരിശ്രമിക്കുക. നല്ലൊരു വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുക, സത്യസന്ധനായിട്ട് മുന്നോട്ട് പോവുക. മറ്റുള്ളവർക്ക് ഇൻസ്പയർ ആകാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുക. അതിന് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കുക.